വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഐ ആം യുവർ ലൂഫി ഗൈസ്. അങ്ങനെയൊന്നും നമ്മുടെ വേറൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. നമ്മളങ്ങനെ പറഞ്ഞ പോലെ വാക്ക് പാലിച്ചിരിക്കുന്നു. കാരണം നമ്മൾ പറഞ്ഞു തന്നു ഇനി ഡെയിലി വീഡിയോ, മാക്സിമം ഡെയിലി വീഡിയോ ആണെന്ന്. അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോ ഇതാണ്. ഈ വീഡിയോ എന്നത്തേക്ക് ഇറങ്ങുമെന്ന് പറയാൻ പറ്റില്ല, കാരണം റെക്കോർഡിങ്, എഡിറ്റിങ് അങ്ങനത്തെ കുറേ പരിധാനങ്ങളുണ്ട്. പിന്നത്തെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഗൈസ്, ഞാനിപ്പോൾ കഴിഞ്ഞ വീഡിയോ ഇപ്പോൾ നമ്മുടെ ചാനൽ വീണ്ടും ഡെഡ് ചാനലായിരുന്നു. ഡെഡ് ചാനലിൽ നിന്ന് പിക്ചറും കൂടെ എന്തായാലും ഇതായി തുടങ്ങി, കാരണം വീഡിയോസ് വ്യൂവേഴ്സ് കാണുന്നുണ്ട്. അപ്പോൾ നമ്മളിനി ചെയ്യാൻ പോണ ഒറ്റയ്ക്ക് ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇനി മാക്സിമം നമ്മുടെ ഒരു വീഡിയോ ഇനി റീച്ച് ആകണമായിരിക്കും നമ്മൾ കാണും, റെക്കോർഡ് ചെയ്യും. നമ്മൾ ഇനി നിർത്തില്ല, നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. മീൻസ് ഞാൻ ക്ലാസ് കഴിഞ്ഞ് വരും, ഒരു വീഡിയോ എനിക്ക് ഒറ്റയ്ക്ക് ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യും, ബാക്കി അതിൻ്റെ സ്റ്റഡി ടൈം അങ്ങനെയൊക്കെ ഞാൻ വെക്കാൻ പോവാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് വേറെ ഗെയിമുകളും കളിക്കണം. മീൻസ് ഞാൻ പറ്റുമെങ്കിൽ ചാനലിൽ വേറൊരു ഗെയിമിൻ്റെയും കൂടെ റെക്കോർഡിങ് മറ്റേ ഇത് എന്നായിരുന്നു, നിങ്ങൾ ഡ്രാഗൺ ബോൾ ലെജൻസ് കളിച്ചിട്ടില്ല, അതിൻ്റെയും കൂടെ റെക്കോർഡിങ് ഇടും. പിന്നെയെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഈ ഗെയിമിൻ്റെ മാക്സിമം എന്ന് വെച്ചാൽ ഇതിൻ്റെ അവിടെ മെയിനായിട്ടുള്ള ഇതെന്ന് വെച്ചാൽ നമുക്ക് റാങ്ക് പുഷാണ്. മീൻസ് നമ്മുടെ റാങ്ക് പുഷ് കാണിച്ചു തരാം. 4686. പിന്നെ നമ്മുടെ സെക്കൻഡ് ആയിട്ടുള്ള ഇതെന്ന് വെച്ചാൽ ഇത് നമുക്ക് മെയിനാണ് എന്ന് വെച്ചാൽ നമ്മുടെ യു എം ബി നമുക്കൊന്ന് സെറ്റപ്പ് ആക്കി എടുക്കണം. മീൻസ് ഇപ്പോൾ നമ്മുടെ ഇത് കണ്ടാവും 2036. ഇത് നമുക്ക് മാക്സിമം ട്രൈ ചെയ്ത് ഇത് കൂട്ടണം. പിന്നത്തെ നമ്മുടെ ഗോളൊക്കെ അതാണ്. പിന്നെയെന്ന് വെച്ചാൽ നമുക്ക് റാങ്ക് പുഷ് തന്നെയാണ് മെയിൻ പരിപാടി. പിന്നത്തെ എന്ന് വെച്ചാൽ നമ്മുടെ ബുയ്യാബാസിൻ്റെ ഇതാണ്. ഇതൊക്കെ ചെയ്യാൻ പറ്റിയ നമ്മളെ നല്ലത്. ബുയ്യാബാസിൻ്റെ നോക്കട്ടെ കേട്ടോ. നമ്മുടെ ബുയ്യാബാസ് നൈസ്. ഒരു ഗെയിം മൊത്തം അത്ര സർവൈവ് ചെയ്യേണ്ടി വരും. നോക്കാം. നമുക്ക് നമ്മുടെ ഒരു മാച്ചിലേക്ക് കിടക്കാം. ഇനി നമ്മൾ കൂടുതലായിട്ട് ഇവിടെ ഇരുന്ന് വൈകുവാണെങ്കിൽ നമ്മുടെ റെക്കോർഡിങ് ഇതാകും. അപ്പോൾ നമുക്ക് നേരെ മാച്ച് വെച്ചിട്ട് ഇതാകാം. നമ്മുടെ കഴിഞ്ഞ വീഡിയോ ഉണ്ടവർക്ക് ഓർക്കണ്ടായിരിക്കും, നമ്മൾ പറഞ്ഞായിരുന്നു എന്നാൽ അടുത്ത വീഡിയോ എന്ന് വെച്ചാൽ എന്തായാലും മാക്സിമം UMB ഇതിന് വേണ്ടിയായിരുന്നു. ഐ തിങ്ക് ഞാൻ എന്തോ ഇതുപോലെയാണ്, ഒരുമാതിരി റോബോട്ട് പറയണ പോലെ ഉണ്ട്. ഇച്ചിരി കൂളായിട്ട് പറയാം. ഇനി നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമുക്ക് ഓർക്കണ്ടായിരിക്കും, നമ്മൾ പറഞ്ഞായിരുന്നു നമ്മുടെ ഇതിൽ നമ്മുടെ UMB ഇത് ചെയ്യാൻ വേണ്ടി അടുത്ത വീഡിയോ ഇടാൻ പോണെന്ന്. പക്ഷെ അത് എനിക്ക് ടൈം കിട്ടിയില്ല. UMB ഞാൻ ചെയ്യാൻ വേണ്ടി കുറേ നോക്കിയായിരുന്നു. ആദ്യമേ സോളോ കളിച്ചിട്ടൊക്കെ സെറ്റാക്കാമെന്ന് വെച്ചപ്പോൾ സോളോയിലൊന്നും ആയിട്ടില്ല. പിന്നെ ഇനി കുറേ റെക്കോർഡിങ് അത് കാര്യമായിട്ടാണ് പറഞ്ഞത്. ഡുവോയിൽ ചെയ്യാന്ന് വെച്ചാൽ ഡുവോയിലുള്ള മലർമാരെ എനിക്ക് വിളിക്കാൻ പറ്റില്ല. ഒരുത്തനെ വിളിച്ചാൽ മാക്സിമം ടൈം ഓൺലൈനിൽ ഉണ്ടാകാറില്ല. ഏകദേശം പറയുകയാണെങ്കിൽ അവൻ കളി നിർത്തിയവനാ. നമ്മളിപ്പോൾ ചെയ്യാൻ പോണെന്ന് വെച്ചാൽ ഏറ്റവും വലിയ തെറ്റാണ്. ബിക്കോസ് എനിമി ഉണ്ടെന്ന് പറഞ്ഞിട്ട് എനിമിയുടെ വായി കയറാൻ പോകണം. നമുക്കിപ്പോൾ ഇതിനകത്ത് UMB കണ്ടുപിടിക്കാം. കണ്ടുപിടിക്കേണ്ട ആവശ്യം വന്നില്ല, നേരെ കിടക്കാൻ കിട്ടി. ലോങ് അടിക്കാൻ വേണ്ടി നമുക്ക് ഇച്ചിരി തുടങ്ങാമെന്ന് തോന്നുന്നു, കാരണം നമ്മൾ പൊട്ടാസും പിന്നെ ഇത് എടുത്തുകൊണ്ടാണ് കളിക്കുന്നത്. പാരഫല് കിട്ടിയാൽ മോനെ സുഖமான കളി. നമ്മൾ പാരഫല് എടുക്കില്ല. പാരഫല് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ തോക്കുകൾക്കൊന്നും ടൈം കിട്ടൂല സത്യം പറയുകയാണെങ്കിൽ. നമുക്കൊരു കാര്യം ചെയ്യില്ല, സൈഡിൽ കൂടെ ഇപ്പം ഞാൻ മഞ്ഞ വഴിക്ക് ഒരുത്തനെ കണ്ടായിരുന്നു സൈഡിൽ. അപ്പോൾ നമുക്ക് ഇതുവഴി പോവുകയാണെങ്കിൽ എന്തെങ്കിലും പറ്റുമെന്ന് തോന്നുന്നു. എവിടെ ഒരുത്തൻ മെഷീൻ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പം അവിടെയായിട്ട് എന്തായാലും എനിമിയാണ്. മെടിയടിക്കാൻ കൈസ്, ഇത്ര ഓപ്പണിൽ നിന്ന് മെടിയടിക്കാൻ തന്നെ സുഖമാണല്ലേ. എനിമി കയറുന്ന അതിനേക്കാളും സുഖമായിരിക്കും. 11 മെടിയുണ്ട് കേട്ടോ. ഇത് അവിടെ നിന്ന് നേരോ ലോങ്ങിന്ന
നമുക്കിപ്പോൾ ഇവിടുന്ന് ഓടാം. തോന്നി ലോങ്ങിന്നായിരിക്കുന്നു. വൈബ്രേറ്റ് അടിച്ചാൽ ഞാൻ അപ്പം തന്നെ ഫുട്ബോളിലേക്ക് ചേഞ്ച് ആകും. ഒരുപാട് ഇടും, അത്രേ ഉള്ളൂ ഇനി പരിപാടി. വീണ്ടും വീണ്ടും ചാകാൻ വേണ്ടി വന്നോ? സമ്മതിക്കണല്ലോ ഈ മുതലിനെ. ലക്ക് ഉണ്ടാകുന്നതുകൊണ്ട് നമുക്ക് ഇവിടെ കയറാൻ പറ്റി. നമ്മുടെ ലക്കിൻ്റെ കേടെന്നാന്ന് വെച്ചാൽ അവൻ ഇപ്പോഴും മേളിൽ നമുക്ക് വേണ്ടി സ്കോപ്പ് ഇട്ട് വെക്കണ്ട്. സത്യം പറയണേ നമ്മുടെ വെസ്റ്റ് ഇപ്പോൾ തീർന്നു. നമുക്ക് ഇവിടെ നിന്ന് ഓടണയാണ് നല്ലത്, അല്ലെങ്കിൽ നമുക്ക് ചെന്ന് റഷ് ചെയ്യേണ്ടി വരും. ഇതിലെല്ലാം എനിക്കൊരു കൺക്ലൂഷൻ കിട്ടിയെന്ന് വെച്ചാൽ നമുക്ക് റഷ് ചെയ്യാം. വെസ്റ്റ് ഒന്നുമില്ല, നമുക്ക് ചെന്ന് കയറുക, റഷ് ചെയ്യുക, ചാകുക, അത്രേ ഉള്ളൂ ഇനി പരിപാടി. അല്ല പറഞ്ഞില്ല, അപ്പോഴത്തേക്കും നമ്മൾ എത്തും. കുഴപ്പമില്ല, നമ്മളിൽ സെക്കൻഡ് ലൈഫ് ഉണ്ടായിരുന്നു. ഇത് നമുക്ക് മേളിൽ ഇറങ്ങണ്ട, കാരണം ഈ തോക്കിനല്ല റീകോയിൽ കൂടുതലാന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇതും വെച്ച് എന്ന് കയറി കൊടുക്കുവാണെങ്കിൽ നമ്മുടെ വയലേ കയറുള്ളൂ. നമുക്കിപ്പോൾ ഇവിടെ എവിടെയെങ്കിലും ഇറങ്ങാം. ഇപ്പോൾ എവിടെ ഇറങ്ങാൻ? കാറുണ്ട്, നമുക്ക് നേരെ കാർ എടുത്തുകൊണ്ട് പോകാം. ആദ്യമേ UMP അങ്ങനെ എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കാം. പാരഫൽ കിട്ടി. പാരഫൽ കുഴപ്പമില്ലാത്ത തോക്കാ കിട്ടിയത് പിന്നെയും. നമുക്ക് 4 മാച്ച് കളിക്കാം മാക്സിമം. ഇന്ന് റാങ്ക് പുഷ് ചെയ്ത് നമ്മൾ ചാകും ഗൈസ്. ഇന്ന് ഫുള്ള് റാങ്ക് പുഷ് ആയിരിക്കും ഗൈസ്. നമ്മളെ കാറ് കൊണ്ടോ? ഇവിടെ എങ്ങനെ നമുക്കൊരു UMP പോലും കിട്ടുള്ള കേട്ടോ. കേട്ടോ, അത് UMP ആണോ? ഇവിടെ UMP ഉണ്ടോ? ഇല്ല ഇല്ല. വിട്ടുപിടിക്കാറേ ഗൈസ്. നമ്മളങ്ങനെ ഫൈനലി സക്സസ്ഫുള്ളി രക്ഷപ്പെട്ടിരിക്കുന്നു. കാറിന് ഡാമേജും നല്ലോണം മുമ്പിരിക്കുന്നു. ഓടോടോടോട് ചത്തു മലറ്. അവൻ്റെ കയ്യിലുള്ള തോക്ക് കൊണ്ടായിരുന്നു കോപ്പ്. എന്തായാലും കളി പോയില്ല. UMPക്ക് 100+ കിട്ടി, ധാരാളം. പിന്നെ നമ്മുടെ ഇനി അടുത്ത പരിപാടി. നെറ്റിന് എന്താ പ്രശ്നം? നെറ്റിന്റെ പ്രശ്നം ശരിയായി. നിക്ക് ഗൈസ്, നമ്മുടെ UMPയുടെ എത്രയാന്ന് നമുക്ക് നോക്കാം. വെപ്പണറി ചെല്ലട്ടെ. 400 നമുക്കിനി അടുത്ത മാച്ചും കൂടെ പോവാം ഗൈസ്. അങ്ങനെ നമ്മൾ വീണ്ടും മില്ലിൽ ഇറങ്ങിയിരിക്കുന്നു. എന്തെങ്കിലും ഉറപ്പായിട്ടും കിട്ടും നമുക്ക് ഇപ്രാവശ്യം. ഓക്കെ,
UMP തന്നെ കിട്ടി നമുക്ക് ആദ്യമേ. നമ്മുടെ മുകളിലായിട്ട് മറ്റവനുണ്ട്, അപ്പോൾ അതും സൂക്ഷിക്കണം. ഓടാ ക്യൂട്ട് സാധനം. അടിക്കാൻ നോക്കിയതുണ്ടായിരുന്നു ആ പെണ്ണ്. എന്നാ പറയാൻ ഇതുപോലത്തെ മുതലുകളെന്ന് ഇപ്പോൾ എനിക്ക് ആലോചിക്കണം. നമ്മളൊന്ന് ചാർജർ ഒന്ന് ഊരിട്ടെ. അപ്പോൾ നമുക്ക് ഫുള്ളായിട്ട് ഇതിലൊന്നും ഇരിക്കാം. ഒരു ഫുട്ബോൾ എൻ്റെ കയ്യിൽ. ആ ഫുട്ബോളുകൾ നമ്മളെ കണ്ടില്ല എന്ന് തോന്നുന്നു. ഓക്കെ, ഇവിടെ എന്താ ഇനി വേണ്ടേ? ഓടോടോ മാലർ പരിപാടി. കയ്യിൽ ചോര. റാങ്കുഷി എന്നും വെച്ച് ഇറങ്ങിയിട്ട് റാങ്കുഷി ഒന്നും നല്ലോണം ആണില്ലോ. നമുക്ക് ഒരു പ്രാവശ്യം കൂടി ഇവിടെ തന്നെ ഇറങ്ങാം. ഇപ്പം ആരാ? VF ആൽസ. നമ്മളിപ്പോൾ ഇവിടെ ഇറങ്ങിയത് എന്തിനാന്ന് വെച്ചാൽ, നിങ്ങൾക്കറിയാം നമ്മളിവിടെ ഉള്ളിൽ 2 UMP ഉണ്ടാകും. ഒരു UMP എക്സ്ട്രാ ഉണ്ടായിരുന്നു. അപ്പോൾ ആ UMP എടുത്ത് നാമോ ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും നമുക്ക് എടുക്കാം. എടുക്കാം, അസോൾട്ട് മോഡിലിട്ട് അടിക്കാം. ഓ നെറ്റ് നോക്കണ്ട ടൈം. നെറ്റ് നമ്മളെ ചതിക്കുന്നു. നെറ്റ് നമ്മളെ കുത്തി ചതിക്കുന്നു. നെറ്റുള്ള സ്ഥലത്തേക്ക് ഇച്ചിരി ഒന്ന് മാറിയിക്കട്ടെ. പിന്നെ ഇച്ചിരി ലോങ് വന്നിട്ട് തുറക്കല്ലേ. UMP മുട്ടെ എക്സമ്മേറ്റ് എടുക്കാം. ഇപ്പോൾ നെറ്റിന് പോക്കുണ്ട്, അത് നമുക്ക് മൈൻഡ് ചെയ്യണ്ട. നമുക്കിപ്പോൾ ഒരു എക്സ്ട്രാ ചാൻസ് വേണമല്ലേ. എക്സ്ട്രാ ചാൻസ് എടുത്തിട്ട് വരാം. വേഗം അടിച്ച് കയറിയാൽ നമുക്ക് ഇച്ചിരി കൂടെ എളുപ്പം. റഷ് ചെയ്യാൻ വേണ്ടി പോവാം. ഇനി എനിമീസിനെ ഒന്നും നോക്കാനുള്ള UMP എടുക്കും, അടിയോടടിയായിരിക്കും. UMP എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുടെ എന്തായാലും ഇത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് അടുത്ത വീഡിയോയിൽ തന്നെ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ മറ്റേ നിങ്ങൾക്കറിയാലോ എന്തായാലും നമ്മുടെ UMPയുടെ മറ്റേത് ആകാറായിരുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കുത്തിയിരുന്ന് UMPനെ മാക്സ് ആക്കാൻ നോക്കാം. അതിപ്പോൾ CS കളിച്ചാലും മാക്സ് ആവില്ലേ? അത് VR കളിച്ചാൽ മാത്രമാണോ? ഇതുകൊണ്ട് മൊത്തം കിൽ ബോക്സ് ഇതായിട്ട് ഒരു കിൽ ബോക്സ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ആ ഓറിയോനെ ഒന്ന് നേരത്തെ സ്പോട്ട് ചെയ്യാൻ പറ്റിയായിരുന്നു. എനിക്ക് ആ ഓറിയോൻ വൈകി കയറി വന്നാൽ പണിയത്. മീൻസ് പുറകിൽ നിന്ന് അവൻ അടിച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് വിൻചെസ്റ്റർ വെച്ച്. ഇപ്പോൾ ഗ്ലൂ വാളാണ് ഇടാനും പറ്റിയില്ല, കാരണം ഫോണിൻ്റെ കവർ ഊരിയിരിക്കുക. അപ്പോൾ അതിൻ്റെ അകത്ത് ഈ പെട്ടെന്ന് ചില്ലിൽ കയറി ഞാൻ നേരെ ക്രൗച്ചായിരിക്കുക എന്ന് വെച്ചാൽ ഇരിക്കുമായിരുന്നു നേരെ. ഞാൻ ഫ്രീ ഫയറിനേക്കാളും മൈൻക്രാഫ്റ്റ് വീഡിയോസ് ഉണ്ടാക്കണമില്ല, മറ്റേ മൈൻക്രാഫ്റ്റ് കളിക്കാറുള്ളതുകൊണ്ട് ഇപ്പോൾ അതിൻ്റെ വായിൽ ക്രൗച്ചെന്ന് പറഞ്ഞ വാക്ക് അങ്ങനെ ഇരിക്കുമ്പോൾ വരാറില്ല. ഇപ്പോൾ ഇവിടെ എനിമിയൊന്നുമില്ല, നമുക്ക് ഉറപ്പിക്കാമെന്ന് തോന്നുന്നു. കണ്ടു. ഓ മൈറ്റി ഫക്ക് ഗൈസ്, നമുക്ക് അവിടെ തന്നെ ഇറങ്ങാം. പേടിക്കണ്ട, നമ്മൾ ആദ്യം ഇട്ടുപോലെ അവിടെ ഒരു UMP കാണും ഉറപ്പാ. പിന്നെ എക്സ്ട്രാ റിവൈൽഡ് വല്ല കാര്യം എന്ന് വെച്ചാൽ
അതൊന്നും നടക്കില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. പക്ഷെ UMP ആണെങ്കിൽ കിട്ടും, അത് ഉറപ്പാണ് എനിക്ക്. നമ്മൾ ഈ UMP ഇത്ര ഒബ്സസ്ഡ് ആയിട്ട് തന്നെ കാരണമായിട്ടെ ഓക്കെ. ആ മലരം കാണാൻ നമുക്ക് പണി. ഇപ്പം എവിടെയെങ്കിലും പോയി കവർ എടുക്കട്ടെ. നമ്മളിപ്പോൾ സത്യം പറഞ്ഞാൽ ട്രാപ്പായി ഗൈസ്. ഇതെവിടെ പോയ എനിമി, താഴെ പോയാലും എനിമി. എൻ്റെ റെക്കോർഡിങ് എന്ത് അതിൻ്റെ തന്നെ ഉണ്ടല്ലേ. നിങ്ങൾക്ക് ഇവിടെ കുറച്ച് നേരം ക്യാമ്പ് ചെയ്തിരിക്കേണ്ടി വരും. നമ്മളങ്ങനെ നേരെ ഇങ്ങോട്ട് വന്നു. അവിടെ ഇരുന്നാൽ നീ പണിയാവുന്ന ഈ പകുതി വെച്ച് തോന്നിയതുകൊണ്ട് നമ്മൾ റെക്കോർഡിങ് ഓഫ് ചെയ്ത് നേരെ ഇങ്ങോട്ട് വന്നു. കാരണം ഫോണിൽ ചാർജ് വെച്ചിട്ട് കുറവായതുകൊണ്ട് റെക്കോർഡിങ് ചെയ്തപ്പോൾ നല്ലോണം ലാഗ് അടിക്കണമായിരുന്നു. പിന്നെ അവിടെ നിന്ന് വെച്ചാൽ മേളിൽ നിന്ന് ഫ്രണ്ടിൽ നിന്ന് പോകുമ്പോൾ അറ്റാക്ക് ചെയ്തു. പിന്നെ ചാകാറായപ്പോഴാണ് നമ്മൾ അവിടെ നിന്ന് ഓടിയത്. ഇപ്പോൾ നമുക്ക് എന്നെ ഒറ്റയ്ക്കൊരു കാര്യമുള്ളൂ, മറ്റേ ഇതിൻ്റെ അകത്ത് ചുറ്റിയടിക്കാം. ഒരു ഇല്ലിട്ടി 2 ഇല്ലായി. നമുക്കിനി കാറെടുക്കാം. പക്ഷെ അവനെ കണ്ട് ഇപ്പം ഇറങ്ങിയായിരുന്നു. ഇനി ടുങ്ടുങ്ങിനെ കാണുമ്പോൾ എന്നാണല്ലോ കോമഡി ആയി തോന്നും. ഓ വണ്ടി തിരിക്കാനും പറ്റുള്ളല്ലോ, ഫോൺ ലാഗ് അടിക്കുന്നു. നമുക്ക് കാര്യം ചെയ്യാം, വണ്ടിയും വെച്ച് നേരെ ഇതെവിടെ എന്തായാലും ലോങ് റേഞ്ച് തോക്കം എന്തായാലും കിട്ടുവാണെങ്കിൽ എടുത്തിട്ട് പറിച്ചു. കിട്ടുമെന്ന് പറഞ്ഞ് കയറിയപ്പോഴത്തേക്കും കിട്ടി. വാ ഇനി എന്തായാലും ഇവിടുന്ന് നമുക്ക് മാറാം ഗൈസ്. That was easy guys, easy sir. Okay, WM നമ്മളിനി ചെയ്യാൻ പോണായിരുന്നു വെച്ചാൽ സോണിലുള്ളൊരു മലറിട്ട് കൊടുക്കാൻ വേണ്ടി പോവാണ്. കണ്ടില്ല ഈസവനെ. ഞാനേ അവിടെ ഇറങ്ങിയിട്ട് ഗ്ലൂ വാൾ ഉണ്ടെന്ന് വെച്ചാൽ ഗ്ലൂ വാൾ പക്ഷെ കൈ കിട്ടിയില്ല അതിന്. കുഴപ്പമില്ല, നമുക്ക് നമ്മൾ 4 മാച്ച് കളിക്കും. നമ്മൾ ഇതിനകത്ത് 2 മാച്ചായി. ഇനി നെക്സ്റ്റ് മാച്ചിലേക്ക് കിടക്കാം. ഞാൻ സത്യം പറഞ്ഞാൽ കളിയിൽ സീരിയസ് ആയിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ നമ്മുടെ ഡൈനാമിക് ഡ്യൂവോ നോക്കട്ടെ കേട്ടോ. അത് ഞാൻ തന്നെ ഇങ്ങനെ പോവാണ് ഗിഫ്റ്റ് അയച്ച് കൂട്ടുമെന്ന് തോന്നുന്നു. സോ ഗൈസ് ഞാൻ വിചാരിച്ചതെന്ന് വെച്ചാൽ എനിക്ക് BR പോകാനായിരുന്നു. കുറച്ച് നേരം കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ ടീമായി വന്നപ്പോൾ നോക്കിയപ്പോൾ അതേ CS. ആൻഡ് ഫൈനലി ഞാൻ CS കളിക്കുകയും ചെയ്തു. എൻ്റെ CSൽ അടിച്ചു. എന്നാ കോയിൻസിഡൻസ് അല്ലേ, കളിക്കുകയും ചെയ്തു ജയിക്കുകയും ചെയ്തു. ഇതിൻ്റെ അകത്ത് ഇനി ഒന്നും എന്തിനുള്ളേ. വാ നമുക്ക് ലാസ്റ്റ് മാച്ചും കൂടെ പോവാം. ആ മാച്ചിൻ്റെ വല്ല ക്ലിപ്സ് കാണിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ അത് കാണിക്കാൻ പറ്റിയില്ല. ഇന്നത്തെ വീഡിയോയുടെ ലാസ്റ്റ് മാച്ചായിരിക്കും. ഈ മാച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വീഡിയോ നിർത്തിയിട്ട്
ബാക്കി എഡിറ്റിങ്ങിൻ്റെ ഒക്കെ ഇതിന് പോകാൻ പോവാണ്. അത് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നാളെ ഒരു 1-2 മണിയാകുമ്പോഴത്തേക്ക് അപ്ലോഡ് ചെയ്യായിരിക്കും. എഡിറ്റ് ചെയ്യാൻ അത്ര ഇല്ല, കാരണം എഡിറ്റ് ഞാൻ നോക്കട്ടെ. വീഡിയോ ഇനി അതിന് തൊട്ടിരുന്ന് കണ്ടുവരും. സ്വന്തമായിട്ട് വീഡിയോ എടുക്കണു, അതിരുന്ന് രണ്ടാമത് കാണണു. ഇതൊക്കെ ഭയങ്കര ചടങ്ങ് പരിപാടിയത്. പാരഫെല്ല് നമ്മളായിട്ട് MP40 വെച്ച് കളിച്ചിട്ടില്ല. എനിക്കിത് M4 കൊണ്ട് പെണ്ണല്ലേ. എൻ്റെ പെണ്ണിനെ അറിയാം. ഇത് പെണ്ണെന്താ M4 കൊണ്ട് എന്തോ ഇതാ ഫസ്റ്റാ. നമുക്കിപ്പോൾ പണി കിട്ടുന്നട്ടെ. ഞാൻ ആ CS കളിക്കാൻ പോയെന്ന് പറഞ്ഞായിരുന്നു. CS കളിക്കാൻ പോയപ്പോൾ എൻ്റെ HDA കിടന്നതെന്ന് വെച്ചാൽ CS-ൻ്റെ ആയിരുന്നു. ഞാൻ മാറ്റിയില്ല. അതിൻ്റെ ഇടയ്ക്ക് ഇത് നെറ്റിൻ്റെ കോപ്പിലെ പ്രശ്നമുണ്ട്. എന്തായാലും നമ്മുടെ ഫസ്റ്റ് മാച്ചൊക്കെ നല്ല സുഖമായിട്ട് പോയി. ലാസ്റ്റ് മാച്ച് എത്തിയിട്ട് ഇങ്ങനെ പോവാന്ന് തോന്നുന്നു. ഒന്നാമത് ഞാൻ ആ CS കളിച്ചുകൊണ്ട് കലിയേറിയില്ല. നേരെ സ്റ്റാർട്ട് ചെയ്ത് CS-ലേക്ക് കയറി. പിന്നെ കുഴപ്പമില്ല, CS ജയിച്ചു. അത് കാരണം ഒരു കുഴപ്പമില്ല. തോറ്റാറിന് കിടന്ന് കരഞ്ഞാനേ ഞാൻ ഇവിടുന്ന് എന്ത് വർഷം കിടന്ന് കരഞ്ഞിട്ടുണ്ടെന്ന് അറിയും. CS-ന് തോറ്റേന്. അതും എങ്ങനത്തെ റൗണ്ടാണെന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് എന്തായാലും റിലേറ്റബിൾ ആയിരിക്കും. നിങ്ങൾ ലാസ്റ്റ് റൗണ്ട് സുഖം വരെ പിടിക്കും. ലാസ്റ്റ് റൗണ്ട് വരെ അത് കഴിഞ്ഞിട്ട് അവന്മാർ എന്നെ ചെയ്യണേന്നല്ല, ആക്ക് ചോദിക്കുക, പാനൽ ചോദിക്കുക, എന്നെ ചെയ്യണേന്ന് അറിയില്ല. ലാസ്റ്റ് റൗണ്ട് തൊട്ട് അവന്മാരങ്ങ് പിടിച്ചു കയറും. അതും അന്യായ രീതിയിൽ. അതെങ്ങനെയാണ് ചെയ്തിട്ട് മനസ്സിലാത്ത നോക്കുമ്പോൾ അന്യായ കളിയായിരിക്കും അവന്മാരൊക്കെ. ഞാനങ്ങനെ കുറേ പ്രാവശ്യം തോറ്റെന്ന് വെച്ചാൽ കുറേ പ്രാവശ്യം തോറ്റുണ്ട്. ഒരു കില്ല് എന്തായാലും കിട്ടി. നമുക്കിനി നമ്മുടെ ലൂട്ടെല്ലാം പറക്കാം. കിട്ടുന്ന സാധനങ്ങൾ വാരിപ്പെറുക്കാം. M187 നമുക്ക് M80 വെച്ച് കളിച്ചാലൊന്നുണ്ട്. കുഞ്ചുവമ്മയ്ക്കഞ്ചു മക്കളാണ്, അഞ്ചാമനോമന കുഞ്ചുവാണ്, പഞ്ചാര വിറ്റ് നടന്ന കുഞ്ചു, പഞ്ചാര കുഞ്ചു വന്ന് പേര് വന്നു. ഇങ്ങോട്ടേക്കുള്ള സിപ്പ് ലൈൻ അവിടെ നിന്ന് ഇവിടെ നിന്നല്ലേ? ഇതെങ്ങോട്ടാ ഈ സിപ്പ് ലൈൻ? നേരെ പോണ ശരിയാ. ഈ സിപ്പ് ലൈൻ പിടിച്ച് നമുക്ക് സന്തോഷമായി പോയിട്ട് ആൻഡ് കുക്ക്ഡ്. എനിക്ക് എന്നാന്നല്ല കയ്യിനങ്ങനെ മൂവ്മെൻറ്റ് കിട്ടാറില്ല. ഞാൻ കഷ്ടത്തിൽ ഞാൻ മറ്റേ 1 ടാപ്പുള്ളി കളിക്കുമ്പോൾ റെക്കോർഡ് ഒരു പ്രാവശ്യം ചെയ്യാം. 1 ടാപ്പുള്ളിയുടെ VR കളിക്കണോണ്ടാണ്, എന്തുകൊണ്ടാണെന്നറിയില്ല. അപ്പം ഇനി അങ്ങോട്ട് ചെന്നിട്ടും കാര്യമില്ല. അവനെന്തായാലും ഇങ്ങോട്ടേക്ക് വരും അല്ലേ? സിമ്പിളായിട്ട് സ്വന്തം ലൈൻ മൈനിൽ കയറി സ്വന്തമായിട്ട് ചത്താണ് അതിൻ്റെ മുൻ. ഞാൻ അത് ചത്തയില്ല, ചാകാൻ തുടങ്ങിയത്. റെക്കോർഡാവും ഓഫാല് നിൽക്ക. മാപ്പിൽ നിന്ന് അവൻ ഇതായെങ്കിൽ അവനൊന്നെങ്കിൽ ഈ സിപ്പ് ലൈൻ അല്ലെങ്കിൽ മേളത്തെ സിപ്പ് ലൈൻ. മേളത്തെ സിപ്പ് ലൈനിൽ വരാൻ ഈ സിപ്പ് ലൈൻ തന്നെ. ഒരു കില്ലും കൂടെ കിട്ടി. 3 കില്ലായി. ഇനിയിപ്പോൾ അവനെന്തായാലും തീർന്നിട്ടില്ല. ഓർക്കണ്ടെങ്കിൽ അവൻ ലാസ്റ്റ് മറ്റേത് എടുത്തായിരുന്നു. മറ്റേ എന്നായിരുന്നു സെക്കൻഡ് റിവൈവൽ ചാൻസ് ഞാൻ പറഞ്ഞില്ലേ. സെക്കൻഡ് ലാസ്റ്റ് പറഞ്ഞത്. സാരമില്ല മോനെ, നെക്സ്റ്റ് ഗെയിമിൽ പിടിക്കാം. ഇപ്പം നീ ഒരു ചാകെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ എൻ്റെ ഈ വെസ്റ്റൊക്കെ നോക്കിയത്. വെസ്റ്റ് ഹെൽമെറ്റ് തീരെ ലെവലില്ല. ലെവൽ 2 ആണെങ്കിലും ഇരിക്കട്ടെ.
ഇനി ഒരു പരിപാടി ഇനി ഏറ്റവും പാടുള്ള ജോബ് എന്നാന്ന് ഇതിൻ്റെ അകത്ത് വീഡിയോ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം എനിക്കതൊക്കെ എളുപ്പമാണ്. വീഡിയോ എഡിറ്റിങ് അതെല്ലാം എളുപ്പമാണ്. പക്ഷെ ഏറ്റവും പാടുള്ളതെന്ന് വെച്ചാൽ വീഡിയോയുടെ തംബ്നെയിൽ ഉണ്ടാക്കൽ. ഇവിടെ നമ്മൾ ചേർന്നു. ഇതെനിക്ക് ഉറപ്പിച്ച് പറയാം. കാരണം അവനാ എന്തേലും ആട്ടെ, പോയത് പോയി. നമുക്ക് ഇനി ലോബി ചെല്ലാം. 3+ എങ്കിൽ 3+, നോട്ട് പ്രോബ്ലം. ഗൈസ്, നമുക്കൊന്ന് ഈ വീഡിയോ ഇവിടെ ചേർത്താം. ബാക്കി ഞങ്ങളൊരു വീഡിയോ ഉണ്ടാവും. അത് ഏതാണെന്ന് എനിക്കറിയില്ല. നാളെ എന്തായാലും സ്കൂളിൽ കഴിഞ്ഞിട്ട് എനിക്കിപ്പോൾ കിട്ടണമെന്ന് വെച്ചാൽ ഞാൻ നാളെ തന്നെ എന്തായാലും കാണിച്ചു തരാം. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഗെയിം പ്ലേ അവിടെ നിർത്താം. ശരി, ബൈ.